ആപ്പിളിൻ്റെ സിലിണ്ടർ ഷേപ്പിലുള്ള മാക് പ്രോ CPU ആണിത്. ഇതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോ. ഞാൻ ഷിജു കോശി, ആപ്പിൾ ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആപ്പിൾ 2013 റിലീസ് ചെയ്ത ഒരു പ്രൊഡക്റ്റാണ് മാക് പ്രോയുടെ സിലിണ്ടർ ഷേപ്പിലുള്ള ഈ CPU. ഇതിന് മുമ്പ് ആപ്പിളിൻ്റെ പ്രോ വേരിയൻറ്റിലുള്ളത് സാധാരണ ട്രഡീഷണൽ കമ്പ്യൂട്ടറിൻ്റെ CPU പോലത്തെ ഡിസൈനിലുള്ള CPU ആയിരുന്നു. അതിനുശേഷം 2013 സിലിണ്ടർ ഷേപ്പിൽ ഒരു വെറൈറ്റി മോഡലിൽ ഇങ്ങനെ ഒരു CPU ആപ്പിൾ ഇറക്കുന്നത്. ഇത് എഡിറ്റിംഗ് പർപ്പസിന്, വീഡിയോ എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ ഹെവി യൂസേജ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു CPU ആണ്. ഇത് ഒരു 3-4 വേരിയൻറ്റിൽ ആപ്പിൾ ഇത് റിലീസ് ചെയ്തു. ക്വാഡ് കോർ, 6 കോർ, 8 കോർ, 12 കോർ, അങ്ങനെ ഒരു 4 വേരിയൻറ്റിൽ 2GB, 3GB, 6GB ഗ്രാഫിക്സ് വേരിയൻറ്റിലാണ് ഈ പ്രോ സീരീസിൽ ഇത് 2013 ഇറക്കുന്നത്. ഇത് വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ആപ്പിൾ ഇത് സെല്ല് ചെയ്തുള്ളൂ. അതിനുശേഷം ഡിസ്കണ്ടിന്യൂ ചെയ്തു. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും CPU രൂപത്തിലുള്ള മാക് പ്രോ ആണ് പിന്നീട് ആപ്പിൾ ഇറക്കിയത്. പക്ഷേ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മോഡലാണ് പിന്നീട് വന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ലുക്കിലുള്ള ഒരു CPU ആണ്. ഇതൊരു CPU ആണ്. ഇതിനകത്ത് അഡീഷണൽ ഗ്രാഫിക്സ് കാർഡും ഒക്കെ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു CPU ആണ്. ഇത് വളരെ ചെറുതായിട്ടിരിക്കുന്നെങ്കിലും ഈ ഒരു രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു CPU ആണ്. ഇത് വളരെ കുറച്ച് മാത്രമേ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇവിടെ വളരെ അപൂർവമായിട്ടാണ് ഇത് സർവീസിന് വരുന്നത്. അപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇതിപ്പോൾ ഡെഡ് കണ്ടീഷനിലുള്ള ഒരു മാക് പ്രോ ആണ്. ഇതിപ്പോൾ റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് മാക് പ്രോ സീരീസ് ഒക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് ബോഡി കവർ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള പ്രൊവിഷൻ വളരെ സിമ്പിളായിട്ട് തന്നെ ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള മോഡലായാലും ഈ മോഡലായാലും ഇവിടെ ഒരു ലോക്കുണ്ട്. ആൻഡ് ഈ ലോക്ക് ഓപ്പൺ ആക്കിയിട്ട് ഇതിങ്ങനെ പൊക്കിയും എടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റേർണൽ സാധനങ്ങൾ. ഇത് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ്. ഇതിനകത്ത് പാർട്സൊക്കെ വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റിപ്പയറിംഗ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പഴയ ടൈപ്പ് CPU ആണെന്നുണ്ടെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിൻ ആയതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാനും അതിലെ പാർട്സ് ഊരിയിടാനും ചെക്ക് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ ഈ മോഡലിനകത്ത് ഇതിനകത്ത് പാർട്സ് വളരെ കൺജസ്റ്റഡ് ആയിട്ട് സ്പേസ് ഇതിനകത്ത് ഫ്രീ സ്പേസ് ഇല്ലെന്ന് തന്നെ പറയാം. ആ രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇതിനകത്ത് റാം ഇതാണ് ഇതിൻ്റെ റാം വരുന്നത്. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ വരുന്ന ടൈപ്പ് റാമാണ്. ഇത് 2 സൈഡിലായിട്ട് 4 സ്ലോട്ട് ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് 4 സ്ലോട്ടിൽ നമുക്കിത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന റാം മാറ്റിയിട്ട് നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് SSD ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ SSD. ഇത് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ള ഓപ്ഷൻ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു പരിധി വരെയൊക്കെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക്സ് കാർഡൊക്കെ ഓൾട്ടർനേഷനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പഴയ മോഡലിലൊക്കെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഓൾട്ടർനേഷനൊക്കെ ഒരു പരിധി വരെയൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ ഈ മോഡൽ ഗ്രാഫിക്സ് കാർഡൊക്കെ വേറെ മാറ്റി വെക്കാൻ പറ്റില്ല. കാരണം ഇതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഷേപ്പിലുള്ള ഗ്രാഫിക്സ് കാർഡ് ആയതുകൊണ്ട് ഇതിനകത്ത് വേറെ മാറ്റി വെക്കാൻ പറ്റില്ല. പഴയ മോഡലിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് സാധാ ഗ്രാഫിക്സ് കാർഡ് മോഡിഫൈ ചെയ്തൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റേതായ പാർട്ടുകൾ മാത്രമേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റൂ. ഈ SSD തന്നെ ഇത് ആപ്പിളിൻ്റെ ഇൻ്റർഫേസിൽ വരുന്ന SSD ആണ്. ഇത് നമുക്ക് ഇതിൻ്റെ ഹയർ സൈസിലുള്ള SSDയോ അല്ലെങ്കിൽ കൺവെർട്ടർ വെച്ചിട്ട് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂ. റാം പിന്നെ യൂണിവേഴ്സൽ സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു റാമാണിത്. ഇത് ഡെസ്ക്ടോപ്പിന് വരുന്ന ടൈപ്പ് റാമാണ്. ഇതിനകത്ത് ഇത്രയധികം പോർട്ടുകളുണ്ട്. ഏകദേശം ഇതിൻ്റെ ഈ കാണുന്നതാണ് ഇതിൻ്റെ പവർ പോർട്ട്. ഈ കാണുന്നത് ഒരു HDMI പോർട്ടാണ് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് 2 ഡ്യുവൽ GB എതർനെറ്റ് പോർട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട്. അതേപോലെ തന്നെ 6 തണ്ടർബോൾട്ട് 2 പോർട്ടുകളുണ്ട്. അതേപോലെ തന്നെ 4 USB 3 പോർട്ടുകളുണ്ട്. 3.mm ഒരു ജാക്കുണ്ട്. ഒരു സ്പീക്കർ ഔട്ട്പുട്ടുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ബാക്കിലുള്ള പോർട്ടുകൾ. അപ്പോൾ ഇത് ഡെഡ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് ഫുള്ള് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നോക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം.
ഇതിൻ്റെ ടോപ്പ് യൂണിറ്റാണ്. ഇതിനകത്താണ് ഇതിൻ്റെ കൂളിംഗ് ഫാൻ വരുന്നത്. ഇതിനകത്താണ് ഈ കൂളിംഗ് ഫാൻ ഇരിക്കുന്നത്. ഇതിനകത്തൊരു 4-5 PCB ആയിട്ടാണ് ഇത് ഈ രീതിയിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ടാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ കൂളിംഗ് ഹീറ്റ് സിങ്ക്. ഈ കാണുന്നതാണ്. ഇതിനകത്ത് ഒരു കാർഡ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ്, ഒരു കാർഡിനകത്താണ് ഇതിൻ്റെ CPU വരുന്നത്, ഒരു കാർഡ് ഈ കാർഡ് ഇതിൻ്റെ സ്ലോട്ടിൻ്റെ എല്ലാം കൂടെ കൂടിയൊരു കാർഡ്, പിന്നെ ഇതിനകത്തായിട്ടൊരു പവർ സപ്ലൈ, പിന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഇതിൻ്റെ ഈ കാർഡുകളെ എല്ലാം കൂടെ കൂടി യോജിപ്പിക്കുന്ന ഒരു പോർഷനാണ്. ഈ അടിയിലൊരു ബോർഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും ബോർഡുകൾ വളരെ കോമ്പാക്റ്റ് ആയിട്ട് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ടെസ്റ്റ് ചെയ്യാനും ചെക്ക് ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഡിവൈസാണിത്. ഇത് ഓണാകാത്തത് കൊണ്ട് ഈ PCBയിലാണ് ഇത് ഓണാകാനുള്ള സർക്യൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ ഈ PCBയിലാണുള്ളത്. ഇതിൻ്റെ മദർ ബോർഡിൻ്റെ ചിപ്സെറ്റ് ഇതിനകത്തുണ്ട്. അതേപോലെ ഇതിൻ്റെ SMCയും എല്ലാം ഈ ബോർഡിനകത്താണുള്ളത്. അപ്പോൾ ഇത് ഈ ബോർഡിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് സാധാരണഗതിയിൽ ഇത് ഓണാകാതിരിക്കുന്നത്. അപ്പോൾ ഈ ബോർഡിനകത്ത് എന്താ പ്രോബ്ലം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് മറ്റുള്ള ഒരു മാക്ബുക്ക് റിപ്പയർ ചെയ്യുന്നത് പോലെ ഇത് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. മാക്ബുക്കിൻ്റെ ഒരു ഫുൾ ബോർഡാണ്. ആ ഫുൾ ബോർഡ് നമുക്ക് പവർ കൊടുത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ പറ്റും. അത് ഓണാവുന്നോ ഓഫ് ആവുന്നോ എന്നൊക്കെ നോക്കാൻ പറ്റും. ഇതിനകത്ത് അങ്ങനെ പറ്റില്ല. കാരണം ഈ ബോർഡ് മാത്രമായിട്ട് നമുക്ക് ഓണാക്കാൻ പറ്റില്ല. ഇതിനകത്ത് കണക്ട് ചെയ്താൽ മാത്രമേ ഇത് ഓണാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം, സർക്യൂട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയഗ്നോസിങ് എക്യുപ്മെൻറ്റുകളിൽ എന്തെങ്കിലും മൾട്ടിമീറ്ററിലോ DSOയിലോ അങ്ങനെ ഏതെങ്കിലും ഡിവൈസുകളിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആ പാർട്സ് മാറ്റിയിട്ട് നമുക്കത് ശരിയാക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബോർഡ് മൊത്തത്തിൽ മാറേണ്ടി വരും. ഇത് ഓണാകാതെ വരുന്ന കേസിൽ ഈ ബോർഡ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മാറേണ്ടി വരും. അപ്പോൾ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടിലെ ഒരു പ്രോബ്ലം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടു. അപ്പോൾ അത് ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വർക്കിംഗ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ട് ചെയ്ത് ഫുള്ള് ക്ലോസ് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. അതിൻ്റെ പ്രോബ്ലം ഇതിൻ്റെ മെയിൻ ബോർഡിനകത്ത് തന്നെ ആയിരുന്നു. ഈ ഡിവൈസിനെ കൺട്രോൾ ചെയ്യുന്ന SMCയും അതേപോലെ ഈ ഡിവൈസിൻ്റെ ചിപ്സെറ്റും ഒക്കെ വരുന്ന ആ ലോജിക് ബോർഡിനകത്തുള്ള പ്രോബ്ലം തന്നെയായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ. ഇതിപ്പോൾ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ബൂട്ട് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ക്വാഡ് കോർ സിയോൺ CPU-യും 32 GB റാമും അതേപോലെ ഒരു 2 GB ഗ്രാഫിക്സും ഉള്ള ഒരു മാക് പ്രോ ആണിത്. അപ്പോൾ ഈ ഡിവൈസ് ഇതൊരു വിൻറ്റേജ് മോഡലാണ്. 2013 ആപ്പിൾ റിലീസ് ചെയ്ത മോഡലാണ്. ഇപ്പോൾ ഏകദേശം 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഏതൊരു പുതിയ മെഷീനെയും കൂടെ അല്ലെങ്കിൽ ഒരു പുതിയ CPU-വിൻ്റെയൊക്കെ കൂടെ കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിനുണ്ട്. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ പൊതുവേ ഇതൊരു വെറൈറ്റി ഡിസൈനാണ്. ഇതുപോലത്തുള്ള CPU ഒന്നും അങ്ങനെ ഒരു കമ്പനികൾ ഇറക്കിയിട്ടില്ല. ഇത് ആപ്പിൾ മാത്രമാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ, ഒരു പ്രോ സീരീസിൽ ഇങ്ങനെ ഒരു ഡിസൈനിൽ ഒരു CPU ഇറക്കിയിട്ടുള്ളത്. എൻ്റെ അറിവിൽ ആപ്പിൾ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ആൾക്കാർ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ഇതും പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്യുന്ന ടീമുകൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇതിനൊരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഓർഡർ ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. പക്ഷേ ഒരു വെറൈറ്റി പ്രൊഡക്റ്റാണിത്. ഈ ഇത്രയും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസൈനിലുള്ള ഒരു സിലിണ്ടറിക്കൽ ടൈപ്പിലുള്ള ഒരു ഡിവൈസാണിത്. ഇത് ഒരുപാട് പേര് ആപ്പിൾ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുന്നവരിപ്പോഴും കീപ്പ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെയാണിത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ആപ്പിൾ പ്രൊഡക്റ്റിൻ്റെ റിപ്പയറിംഗ് സംബന്ധമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.